Good evening, friends. Welcome to PANSIGHT webinar. Let me start right away. I assume slide is visible and I am audible. The topic is how to argue. Before I choose a topic, and usually I do correct and contact team to find out whether they find the topic interesting. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സാറ്, അത് എൻ്റെ ഒരു നെയ്ബർ, അടുത്തൊരു എൻ്റെ ഫ്രണ്ട്, മൂന്നുപേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇതാണ് ഹൗ ടു ആർഗ്യൂ, വാട്ട് ഡു യു തിങ്ക്? സാർ പറഞ്ഞു വേണു, അത് ആർഗ്യുമെന്റ് പാടില്ല, മനസമാധാനം എല്ലാം പോവും, ആർഗ്യുമെന്റ് ഒരിക്കലും പാടില്ല, ഈ ടോപ്പിക് പറ്റിയതല്ല. നെയ്ബർ പറഞ്ഞു ഇതെന്തോന്നാണ് ഈ ആർഗ്യുമെന്റ് ഒക്കെ? അതൊക്കെ വക്കീലന്മാരുടെ ജോലിയല്ലേ, വേണം മെഡിസിൻ അല്ലേ പഠിച്ചത്. ഹൗ ക്യാൻ യു ടോക്ക് അബൌട്ട് ദിസ് ആർഗ്യുമെന്റ്? അടുത്ത മൂന്നാമത്തെ ആൾ പറഞ്ഞു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നെവർ ആർഗ്യൂ. ആർഗ്യൂ ചെയ്യുന്ന പോലെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാണ്. അങ്ങനെ മൂന്നുപേരുടെയും അഭിപ്രായം വന്നിട്ട് ഈ ടോപ്പിക് യൂസ്ലെസ് ആയിരിക്കും. Then I convinced them using my arguing skills. I was able to convince them that the topic will be very insightful and useful for everybody. Yes, അങ്ങനെയാണ് ഈ ടോപ്പിക്കിന് വരുന്നത്. Already I have demonstrated my arguing skills. We argue with ourselves often. Left brain argues with the right brain and vice versa. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്നിടനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾവേസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ആ ടോക്കിനെ കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്നിട്ടോളൂ പ്ലീസ്. എൻ ഓക്കെ, ബിന്ദു എൻ, സുരേന്ദ്രൻ എൻ. താങ്ക് യു ഡോക്ടർ രാമേന്ദ്രൻ, താങ്ക് യു. മിക്കവർക്ക് അറിഞ്ഞുകൂടാ, ഇത് തന്നെ മിക്ക ബുക്കിലും കാണത്തില്ല. എന്റെ ടോക്കിന്റെ ഒരു യുണീക്നെസ്, ഞാൻ വെറും കട്ട് ആൻഡ് പേസ്റ്റ് അല്ല. ഐ റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. ദെൻ മൈ ഹോബി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇസ് തിങ്കിങ്. ആൻഡ് ഐ ഫൈൻഡ് ഔട്ട് എന്താണ് പലതിന്റെ കാരണം. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും മോസ്റ്റ് ഓഫ് ദി ടൈം they talk to each other. ഹലോ, ഈ ഒന്ന് ആരുടെയോ സാറ് സുരേന്ദ്രൻ സാറെ, ആരുടെയോ മൈക്ക് ഇസ് അൺമ്യൂട്ടഡ്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇന്നത്തെ ടോക്ക് തന്നെ എന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു 200ഓളം പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. എത്ര പേരെ വന്നിട്ടുള്ളത്? 21 പേര്. ബാക്കിയുള്ളവർ കിട്ടി, ചിലർ കണ്ടുപോലും കാണത്തില്ല. കണ്ടത് തന്നെ എന്തോന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആർഗ്യൂ. ഇതെന്തിന്? നമുക്കൊരു യൂസ്ഫുൾ, ഇതുകൊണ്ടൊരു ഗുണമില്ല. അസംഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഏത് ബേസിലാണ് വരുന്നത്? അവിടുത്തെ റൈറ്റ് ബ്രെയിൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ സിമ്പിൾ ഒരു എക്സാമ്പിളോട് പറയാം. ദി ലെഫ്റ്റ് ബ്രെയിൻ ഒരു പേര് കൊടുക്കാം, ലക്ഷ്മികാന്ത്. റൈറ്റ് ബ്രെയിൻ രജനീകാന്ത്. ഈ ലക്ഷ്മികാന്ത് വന്നിട്ട് ലെഫ്റ്റ് ബ്രെയിൻ ഇസ് തിങ്സ് റാഷണലി, ലോജിക്കലി, ആൻഡ് ഇറ്റ് യൂസ് വേർഡ്സ് ടു എക്സ്പ്രസ് ദി തോട്ട്സ്, ഐഡിയാസ്. റൈറ്റ് ബ്രെയിൻ രജനീകാന്ത് emotional, irrational, and uses all the body language. അപ്പോൾ റൈറ്റ് ബ്രെയിൻ എന്തോന്നാണ്? റിയാക്ട് ചെയ്യാൻ. എന്തോന്ന്? ആർഗ്യൂ വേണം. അസംഷൻ, പ്രിജുഡീസ്, ഇതെല്ലാം
മോസ്റ്റ്ലി റൈറ്റ് ബ്രെയിൻ ആണ്. ലെഫ്റ്റ് ബ്രെയിൻ, ഇങ്ങനെ ഡോക്ടർ അല്ലേ, അങ്ങനെ എന്താണ് ആർഗ്യൂ? അപ്പൊ എന്തോന്നായിരിക്കും, എന്താണ് പറയാൻ പോകുന്നത്? ഒന്ന് കേട്ടളെ, ക്യൂരിയോസിറ്റി. ഏതായാലും ഓഡിയൻസ് ലോയേഴ്സ് അല്ലല്ലോ എല്ലാവരും. സോ ഇറ്റ് ഈസ് ലൈക്ലി ടു ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ. അപ്പൊ അങ്ങനെ ലെഫ്റ്റ് ബ്രെയിൻ ചിന്തിക്കുന്നു. അപ്പൊ റൈറ്റ് ബ്രെയിൻ ഇത് പറയുമ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ ഇല്ല, ലെറ്റ് മീ ഗോ ആൻഡ് ലിസൺ ടു ദാറ്റ് വൺ. അപ്പൊ ഇതിന് ഇങ്ങനെ ആർഗ്യുമെന്റ് ഇരിക്കുമ്പോൾ നടുക്കൊരാളുണ്ട്, ജഡ്ജ്. അദ്ദേഹം വിൻസെന്റ് അഡ്വക്കേറ്റിന്, അദ്ദേഹത്തിനും അഡ്വക്കേറ്റ് സുരേഷ് കുമാറിന് അറിയാം. കോടതിയിൽ വാദിക്കുള്ള വക്കീലും പ്രതിക്കുള്ള വക്കീലും വാദിക്കുമ്പോൾ both of them argue. അവരുടെ കക്ഷിക്ക് വേണ്ടി വാദിക്കുകയാണ്. There is a judge who listens to that one. എന്നിട്ട് അവസാനം ജഡ്ജ് തീരുമാനിക്കും, this argument is valid or that argument is valid. അതുപോലെ ഈ വിജയകാന്ത് ഇരുന്ന് ആലോചിക്കും, നോക്കിയിട്ട് അവസാനം പറയും, ഓക്കെ, ഐ അഗ്രി വിത്ത് യു, ഗോ ആൻഡ് ലിസൺ. അങ്ങനെയാണ് കുറെ പേര് വരുന്നത്. പിന്നെ കുറെ പേര് വെച്ചാൽ അവിടെ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യും. അവർ പറയും, എനിക്കിപ്പോ ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി, എനിക്ക് കുറച്ച് പേര് മെസ്സേജ് വന്നു, ഒരാളുടെ ഗ്രാൻഡ് ഡോട്ടറിന്റെ ബർത്ത്ഡേ പാർട്ടി, സോ ഹി വോണ്ട് ബി ഏബിൾ ടു കം. ഞാൻ റെക്കോർഡിംഗ് വരുമല്ലോ, ഞാൻ റെക്കോർഡിംഗ് കണ്ടോളാം. ദാറ്റ്സ് ഓൾസോ ലക്ഷ്മികാന്ത് പറയാണ്. ഇതിപ്പം ഈ എക്സാമ്പിൾ കൊണ്ട് ക്ലിയർ ആയോ? ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഓൾവേസ് ദേ ആർഗ്യൂ വിത്ത് ഈച്ച് അതർ. മനസ്സിലായി, ക്ലിയർ ആയെങ്കിൽ ഒന്ന് വയ്യട്ടെ. യെസ് രാമേന്ദ്രൻ, യെസ് ബാലേന്ദ്രൻ, യെസ്. ഇത് ഈ ഒരു മാത്രമല്ല, എവറി ഡേ എവറിത്തിങ്. ഒരു കാർ വാങ്ങിക്കാൻ പോകുന്നു, എന്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ്, ചിലപ്പോൾ ഈ മൂന്നും, ലക്ഷ്മികാന്തും രജനീകാന്തും വിജയകാന്തും, മൂന്ന് പേരും അലർട്ട് അവേക്ക്. ചിലപ്പോൾ ചിലർക്കെന്ന് അറിയാം, ഈ ലക്ഷ്മികാന്ത് വളരെ വീക്കാണ്, മിക്കപ്പോഴും ഉറക്കത്തിലാണ്. രജനീകാന്താണ് അലർട്ട്. അപ്പോഴെന്ത് പറ്റും, എല്ലാം റൈറ്റ് ബ്രെയിൻ ഡോമിനന്റ് ആയിട്ടുള്ള എമോഷണൽ ആയിട്ടുള്ള എല്ലാ ഇതാണ്. അവര് ആക്ഷൻ ഡിസിഷൻസ് എല്ലാം റാഷണൽ അല്ല, ഇറ്റ് ഈസ് ഇറാഷണൽ. വേറെ ചിലർക്കാണെച്ചാൽ റൈറ്റ് ബ്രെയിൻ ഡോമിനന്റ് അല്ല, ലെഫ്റ്റ് ബ്രെയിൻ ആണ്, ഓൾവേസ് റാഷണൽ, മെത്തോഡിക്കൽ, സിസ്റ്റമാറ്റിക്. എല്ലാത്തിന്റെയും നിയമം വള്ളി പുള്ളി വിടാതെ എല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ? അതുകൊണ്ടാണ് നമുക്ക് വന്നിട്ട് സം പീപ്പിൾ ആർ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനന്റ്, സം പീപ്പിൾ ആർ റൈറ്റ് ബ്രെയിൻ ഡോമിനന്റ്. ചിലർ മാത്രമേ ഉള്ളൂ, വളരെ സ്മോൾ പെർസെന്റേജേ ഉള്ളൂ രണ്ടും ബാലൻസ്ഡ് ആയിട്ട്. ആ വിജയകാന്ത് എന്നുള്ള ആള് അവിടെ കാര്യമായിട്ട്, മറ്റേത് ജഡ്ജ് ഇല്ല. അവിടെ ജഡ്ജില്ല, ഇവർ തമ്മിൽ ചെയ്തിട്ട് ഒരാൾ ഡോമിനേറ്റ് ചെയ്യും. ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഞാനിത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? Do you agree? This one, do you find it interesting? The whole thing. ഇങ്ങനെ നമുക്ക് ഒരു ഡയലോഗ് നടക്കും എന്നുള്ളത്, ഇന്നർ ഡിബേറ്റ് ഏതൊരു കാര്യത്തിനും, എവറിത്തിങ് നടക്കും. കല്യാണത്തിന് പോണം, ഒരാൾ വിളിക്കുന്നു, അത് വന്നു കഴിഞ്ഞു. ദെൻ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും കൂടാണ്. ലെഫ്റ്റ് ബ്രെയിൻ പറയും, എന്തോന്നാണ് കല്യാണത്തിന് പോണം എന്ന് പറഞ്ഞാല്, അവിടെ ചെന്നൈയിൽ വെച്ചുള്ള കല്യാണം, ഇനി അതിനൊക്കെ ഇത്ര ഇതാണ് പ്ലെയിന് പിടിച്ച് അത്രയും രൂപ, എത്ര രൂപ രണ്ടുപേരായിട്ട് പൊക്കി കഴിഞ്ഞാൽ 30,000 രൂപ. ഇതൊക്കെ ലെഫ്റ്റ് ബ്രെയിൻ പറയും. ഇപ്പോഴും സാമ്പത്തികമായിട്ട് നമുക്ക് പ്രശ്നമൊക്കെ ഇരിക്കുമ്പോൾ, ആരോഗ്യം സുഖമില്ല, പോണോ? റൈറ്റ് ബ്രെയിൻ പറയും, നമ്മുടെ അനന്തരവന്റെ കല്യാണമാണ്, നമ്മൾ പോയില്ലെങ്കിൽ എന്താവും, നമ്മൾ പോയേ പറ്റൂ. ഇത് രണ്ടും കൂടെ ഇത് ചെയ്തിട്ട് അവസാനം the left brain is dominant and wins, you won't go for the marriage. ഒരു ഗ്രീറ്റിംഗ്സ് അയക്കും. റൈറ്റ് ബ്രെയിൻ ആണ് ഡോമിനന്റ് ആണെച്ചാൽ എല്ലാം കെട്ടും പറക്കി അങ്ങോട്ട് പോകും. ക്ലിയർ? ഇത് ക്ലിയർ ആയോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഞാൻ ഒരു 2-3 എക്സാമ്പിൾ പറയുന്നതിന്റെ കാരണം റിയൽ ലൈഫിലുള്ള ഇത് അറിഞ്ഞിരിക്കണം. എന്നാലേ ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും അകത്ത് കിടന്ന് അടിപിടി കൂടുന്നത് നമ്മൾ അറിയുന്നില്ല. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. How to start an argument online? Express your opinion and wait. സോഷ്യൽ മീഡിയയിൽ, വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് ഫോർവേഡ് ചെയ്ത് നിൽക്ക് വരും, കാണും. You may sometimes forward to some people.
ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഒരാളുടെ അഭിപ്രായമാണ് ഇടുന്നു. നിങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള ഒരാൾ അങ്ങയുടെ ഓൺ അഭിപ്രായം ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് വരുന്നത്. പിന്നെ അപ്പോഴാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ഓരോരുത്തരും ഏത് ഇങ്ങനെ പെർസീവ് ചെയ്യുന്നു. ഒരു ആർഗ്യുമെന്റ് തുടങ്ങും. ആർഗ്യുമെന്റ് തുടങ്ങാനായിട്ട് ഒപ്പീനിയൻ ഇട്ടാൽ മതി ഓൺലൈനിൽ. നെവർ ആർഗ്യൂ ഓൺ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ലിങ്ക്ഡിൻ, ബിക്കോസ് ദർ ഇസ് നോ ആർബിട്രേറ്റർ. ഒരു ജഡ്ജി ഇല്ല അവിടെ ടു ഗിവ് ആൻ ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡന്റ് വെർഡിക്റ്റ്. ഞാൻ പറഞ്ഞാണ് ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഓരോരുത്തരുടെ ബയസ്, അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വേറെ ആയിരിക്കും, ഇവരുടെ റിലീജിയസ് അത് വേറെ ആയിരിക്കും. അവരുടെ എല്ലാം കൂടെ വന്നിട്ട് അട്ടിപ്പിടി കൂടുന്നത്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലെല്ലാം എത്ര ഇതാണ് ആർഗ്യുമെന്റ്സും ഫൈറ്റ്സും. ഈ പറയുന്നത് ശരിയാണോ, മനസ്സിലായെങ്കിൽ ഒന്ന് വയ്യട്ടെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് വയ്യട്ടെ. That is what is happening every day. Yes, രാമേന്ദ്രൻ ജി, അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ ഇടരുത്. അഥവാ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേട്ടിട്ട് വിത്ത് ഫാക്ട്സ് ആൻഡ് എവറിത്തിങ് മാറി നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതുമായിട്ട് പിടിച്ചു നിന്ന് ആ വഴക്ക് പ്രൊലോങ് ചെയ്യാനായിട്ട് അതിനകത്ത് വീണു പോകരുത്. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഓൾഡ് സ്റ്റോറി. 6 blind men നേരെ ആനയെ ചെന്ന് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ആനയെ തൊടുമ്പോൾ ആ ടസ്കിനെത്തോളം പറഞ്ഞു, ഇതൊരു കുന്തമാണ് ആന. ആ ചെവിയെ തൊട്ടുടനെ ഇത് ഒരു ഫാനാണ്. ആ വയറിനെ തൊട്ടുടനെ ഇതൊരു ചോരാണ്. കാലിനെ തൊട്ടപ്പോൾ ഇതൊരു മരമാണ്. ആ ട്രങ്കിനെ തൊട്ടപ്പോൾ ഇതൊരു പാമ്പാണ്. ആ വാലിനെ തൊട്ടപ്പോൾ റോപ്പാണ്. സോ ദാറ്റ് ഈസ് വാട്ട് നമ്മൾ കാണുന്നത്. മിക്കപ്പോഴും ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എവിടെയാണോ അവർ പെർസീവ് ചെയ്യുന്നത് അതനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ടോട്ടൽ പിക്ചർ കിട്ടത്തില്ല. ടോട്ടൽ പിക്ചർ കിട്ടാത്തിടത്തോളം കാലം ഒരിക്കലും ആ ഇതിന്റെ ഒരു കൺസെൻസസ് ഫോം ചെയ്യാൻ വലിയ പ്രയാസമാണ്. ദാറ്റ് ഈസ് വൈ മിക്കപ്പോഴും ചില കമ്മിറ്റി മീറ്റിംഗ് വന്നിട്ട് ഒരു പുണ്ണാക്കം അക്കോമഡേറ്റ് ചെയ്യത്തില്ല. കമ്മിറ്റിയിൽ 12 പേരുണ്ടെങ്കിൽ 12 പേരും 12 രീതിയിലാണ് മീറ്റിംഗ് മാറ്റിവെക്കും, ഒരു തീരുമാനം എടുക്കാതെ. പിന്നെ അടുത്ത മീറ്റിംഗ് പിന്നെ തീരുമാനം എടുക്കാതെ ഇങ്ങനെ മാറ്റി പോകുന്ന കുറെ ഇതില്ലേ. ഇതിപ്പോ ക്ലിയർ ആയോ? വൈ ദേ ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എ ഡിസിഷൻ. മോർ നമ്പർ ഓഫ് പീപ്പിൾ നടക്കത്തില്ല. തീരുമാനം വല്ലതും എടുക്കണമെങ്കിൽ കൂടിപ്പോയ ഒരു 3 പേരുണ്ടെങ്കിൽ ദി നമ്പർ ഇസ് മോർ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. എല്ലാം ആ 6 ബ്ലൈൻഡ് മെൻ പോലെ 12 ബ്ലൈൻഡ് മെൻ ആണ്. അവർ ഞാനാണ് ശരി, ഇത് ഒരു തർക്കമില്ല, ഇത് ആന എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. മറ്റൊരാൾ പറയാം അച്ചാച്ചി ആന എന്ന് പറഞ്ഞാൽ ഒരു പാമ്പാണ്. എവിടെ എത്തത്തില്ല. ഇവിടെ തന്നെ രണ്ടുപേരും കറക്റ്റാണ്. ദിസ് ഗായ് അങ്ങേരെ കാണുന്നത് നമ്പർ 6, അതർ പേഴ്സൺ 9. എവിടെയെങ്കിലും അവർ ഒരിക്കലെങ്കിലും അവസാനം യു ആർ റൈറ്റ് ഐ എം റോങ് എന്ന് പറയാം? ഇല്ല. അവസാനം ഐ എം റൈറ്റ് യു ആർ റോങ് മാൻ, യു ആർ സ്റ്റുപ്പിഡ്. ഞാൻ പറയില്ല യു ആർ സ്റ്റുപ്പിഡ്, ദിസ് ഇസ് 9 മാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് മിക്കപ്പോഴും നടക്കുന്നത്. അറിയണമെങ്കിൽ എപ്പോഴാണ് ഒരു ആർബിട്രേറ്റർ, ഒരു ജഡ്ജ് എന്നുള്ള ഒരാൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങളുടെ അവിടെ നോക്കുമ്പോൾ അത് 6ആണ്, നിങ്ങളുടെ അവിടെ നോക്കുമ്പോൾ 9ആണ്. സെറ്റിൽമെന്റ് വരും. ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യണം വെച്ചാൽ യു നീഡ് എൻ ആർബിട്രേറ്റർ. റിയൽ ലൈഫിൽ ഉണ്ടോ? ഇല്ല. ആസ് യൂഷ്വൽ ഞാനിങ്ങനെ കുറെ ബുക്സ് ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ബുക്സിന്റെ കുറെ ടൈറ്റിൽസ് ആണ് ഡിസ്പ്ലേയിൽ. ആർഗ്യുമെന്റ്സ്, ദി ടൂൾസ് ഓഫ് ആർഗ്യുമെന്റ്, ഹൗ ദി ബെസ്റ്റ് ലോയേഴ്സ് തിങ്ക്, ആർഗ്യൂ ആൻഡ് വിൻ, ആൻഡ് ഗുഡ് ആർഗ്യുമെന്റ്സ്, ഹൗ ഡിബേറ്റ് ടീച്ചേഴ്സ് us to listen and be heard. My own son, ഇത് പറഞ്ഞപ്പോൾ my own son, he is here. During the discussion he will share his own thoughts. പുള്ളി നാട്ടിലായിരുന്നു. Recently he came to USA and he is with me. പുള്ളിക്കാരൻ തിങ്കിങ് സ്കിൽസ് എല്ലാം ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഡെവലപ്പ് ചെയ്ത് കാരണം ഡ്യൂറിങ് ഹിസ് സ്കൂൾ ഡേയ്സിൽ തന്നെ he used to participate in debate കോൺടെസ്റ്റിൽ. ചിലർക്ക് വിൻ ചെയ്തിട്ടുണ്ട്, ചിലരിൽ പോയിട്ട്. ബാബു പോളിന്റെ അടുത്തൊക്കെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഡിബേറ്റ്, തിങ്കിങ്, ആർഗ്യുമെന്റ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിബേറ്റ് ആൻഡ് ആർഗ്യുമെന്റ് അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിബേറ്റ്
an argument. അറിഞ്ഞുണ്ടെങ്കിൽ എന്നിടൂ. ഞാൻ I want to know what you know and what you don't know. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ I will move forward. ഓക്കെ, നോ കേട്ടിട്ടില്ല. ഏതാ കേൾക്കുന്നില്ല? ഓക്കെ, ഡിബേറ്റ് ആൻഡ് ആർഗ്യുമെന്റ്. ഇന്നത്തെ ഈ വെബിനാറിന്റെ പർപ്പസ്, നമ്പർ 1, എവറിബഡി മസ്റ്റ് നോ ഹൗ ടു ആർഗ്യൂ വെൽ. ആർഗ്യുമെന്റ് എന്നുള്ള കാര്യം വിചാരിക്കുന്ന പോലെ ചിലർക്ക് മാത്രം, വക്കീലന്മാർ മാത്രം അറിയുന്നു, കോടതിയിൽ മാത്രം യൂസ് ചെയ്യുന്ന അല്ല. എല്ലാവരും, റൈറ്റ് ഫ്രം എ ബെഗർ, ഭിക്ഷക്കാരന് പോലും അറിഞ്ഞിരിക്കണം, all the way to the president or prime minister. Schools don't teach us the art of arguing. This webinar will empower you with arguing skills. Definition of argue: provide reasons or evidence to support an idea, action, or theory in order to persuade others to accept your point of view. My son will share a real life incident which happened just 2 days back. He എൻ്റെ ആർഗ്യൂയിങ് സ്കിൽസിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട്. റിയൽ ഇൻസിഡന്റ് ഡ്യൂറിംഗ് ദി ഡിസ്കഷൻ. ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ്, 8 ടൈപ്സ് ആണ് ഞാൻ പറയാൻ വന്നത്. പ്ലന്റി ഉണ്ട്. ഇന്നത്തേന് വേണ്ടി 8 ടൈപ്സ് മാത്രമേ ഞാൻ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ആർഗ്യുമെന്റം ആഡ് പോപ്പുലം, argumentum ad baculum, argumentum ad hominem, argumentum ad ignorantium, argument ad numerum, argumentum ad logicum, argumentum ad veriquintium, argumentum ad nauseam. 8 ഞാൻ കാണിച്ചു. My dear friends, I would like to know, ഈ 8 എത്ര നിങ്ങൾക്ക് ആൾറെഡി അറിയാം? I want to know what you know and what you don't know. If you don't know anything about anything, chat box il 0 type in here. If you know something about certain things, 2 3 a number iduka. Please be fast. Chat box il varate 8 ഞാൻ കാണിച്ചു. Hurry, time management, please. Okay, 2 ബാലേന്ദ്രൻ 2. എന്താണ് ഈ ഹെസിറ്റൻസി? ഹലോ. ഓക്കെ, അടുത്ത രാമേന്ദ്രൻ 0, സായി പ്രകാശ് 0. താങ്ക് യു ഫോർ. ഡോണ്ട് ഫീൽ അഷേംഡ്. ഇഗ്നറൻസ് ഇസ് നോട്ട് എ സിൻ. അബ്ദുൽ നാസർ 0. ഇഗ്നറൻസ് ഇസ് നോട്ട് എ സിൻ. സ്റ്റേയിങ് ഇഗ്നറന്റ് ഇസ് എ സിൻ. ബിൻസി റിനീഷ് 0. താങ്ക് യു. ഞാൻ ഡീറ്റെയിൽസിലോട്ട് ഇന്ന് പോകുന്നില്ല, ടൈമില്ല. നിങ്ങളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനാണ്. എൻ്റെ ഈ വീഡിയോ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ ഒന്ന് വീണ്ടും വാച്ച് ചെയ്തിട്ട് പാസ് ചെയ്യുക. എന്നിട്ട് ആ 8 ഗൂഗിളിൽ നോക്കുക. ഓർ അറ്റ് എ ലേറ്റർ ഡേറ്റ് ഇൻ ദി ഫ്യൂച്ചർ I may give a talk on these different types of arguments. ഇനിയും തീർന്നില്ല. More types of arguments. Again, another 8. Causal argument, rebuttal argument, proposal argument, evaluation argument, narrative argument, Toulmin argument, classical Western argument, and Rogerian argument. ഈ 8 again very same question. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ 0. 8 അറിയാന്നുണ്ടെങ്കിൽ 8, അല്ലെങ്കിൽ എത്ര അറിയാന്നുള്ളൊക്കെ. രാമേന്ദ്രൻ, അബ്ദുൽ നാസർ 0, സായി പ്രകാശ് 4, ബാലേന്ദ്രൻ 1, ആന്റണി, ബിന്ദു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നതാണ്, എന്റെ ടോക്കിൽ എന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വെച്ചാൽ, ഈ ചിലതൊക്കെ ഞാൻ ഈ ഷെയർ ചെയ്യുന്നില്ലേ, അത് എനിക്കും കഴിഞ്ഞ ആഴ്ച വരെ മിക്കത് അറിയത്തില്ലായിരുന്നു.
ഞാൻ ഈ ടോപ്പിക്കിന് വേണ്ടി ഐ ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം റീഡിങ് ആൻഡ് ഡൂയിങ് ദി റിസർച്ച്. അപ്പോഴാണ് ഞാൻ തന്നെ പഠിക്കുന്നത്. അതാണ് ഐ ഡോണ്ട് വാണ്ട് ടു ജസ്റ്റ് ലൈ. ഓ എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു. നിങ്ങൾക്കൊന്ന് അറിഞ്ഞൂടെ? നോ, ഐ മൈസെൽഫ് ഡിഡ്ന്റ് നോ സം ഓഫ് ദോസ്. അപ്പൊ ഇതില് ഒരു ഇതിനെ കുറിച്ച് മാത്രം ഞാൻ പറയാം. ദാറ്റ് ഈസ് ആറാമത്തെ ടോൾമിൻ ആർഗ്യുമെന്റ്. അതിനെക്കുറിച്ച് മാത്രം. ഒരു സ്റ്റീഫൻ ടോൾമിൻ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഫിലോസഫർ, പുള്ളിയാണ് ആ മോഡലിനെ പറഞ്ഞത്. ആ മോഡലിൽ 3 ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. വൺ ഈസ് ക്ലെയിം, നമ്പർ 2 ഗ്രൗണ്ട്സ്, നമ്പർ 3 വാറന്റ്. ഞാൻ ഈ ടോൾമിൻ ആർഗ്യുമെന്റ് ആണ് ഞാൻ യൂസ് ചെയ്തത്. എന്റെ പ്രീവിയസ് ടോക്കിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞു അബൌട്ട് ഹറാസ്മെന്റ്. ഞാനിവിടെ ഈ രാജ്യത്ത് I had to experience a lot of harassment, discrimination, retaliation, and I had to work in a very highly hostile work environment. എന്നിട്ട് ഞാൻ ഒരു 20-year പീരീഡിൽ 9 കേസാണ് ഞാൻ ഫയൽ ചെയ്തത് അഗൈൻസ്റ്റ് ദി ഫെഡറൽ ഗവൺമെന്റ്. 9 കേസ് ഇൻ ഡിഫറെന്റ് ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ 9 കേസിൽ 6 കേസിൽ ഐ പ്രിവെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വൺ ദി കേസസ്. 3 എണ്ണത്തില് അവര് സെറ്റിൽമെന്റ് വന്നു. അപ്പൊ ഇതെങ്ങനെ സാധിച്ചു? ആ ടോൾമിൻ ആ മോഡൽ ഞാൻ അപ്ലൈ ചെയ്തത്. ആദ്യം ക്ലെയിം എന്താണ് പറഞ്ഞത്? ഐ ആം ബീങ് ഹറാസ്ഡ്, ഡിസ്ക്രിമിനേറ്റഡ്, റിറ്റാലിയേറ്റഡ്, മൈ വർക്ക് എൻവയറൺമെന്റ് ഇസ് ഹോസ്റ്റൈൽ. അതാണ് ക്ലെയിം. ഗ്രൗണ്ട്സ് ക്ലെയിം പറഞ്ഞാൽ പോരാ. ഫാക്ട്സ്, ഡാറ്റ, എവിഡൻസ് ദാറ്റ് ഷുഡ് സപ്പോർട്ട് ഈ പറയുന്നതിന്. ഐ വാസ് ഗുഡ് അറ്റ് കളക്ടിങ് ഡാറ്റ എല്ലാം. അതിന് വരുന്ന എല്ലാ എവിഡൻസും, ഇമെയിൽസും, അവരൊരു ഇമെയിൽ അയക്കുന്നു. അപ്പൊ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് വെച്ചാൽ, റൂഡ് ആണെന്നുണ്ടെങ്കിൽ, അത് ഇൻസൾട്ടിങ് ആണെന്നുണ്ടെങ്കിൽ, അതെല്ലാമാണ് എന്റെ ഗ്രൗണ്ട്സ്. ദെൻ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാറന്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് വാറന്റ് അല്ല. വാറന്റ് മീൻസ് ഈ ക്ലെയിമും ആ ഗ്രൗണ്ട്സും അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇത്രയും വെച്ചിട്ട് ആക്ച്വലി ഞാനാണ് ആർഗ്യൂ ചെയ്യുന്നത്. ബിക്കോസ് ഐ എം റിയലി ഗുഡ് അറ്റ് ആർഗ്യൂയിങ്, ഐ വാണ്ട് ദോസ് കേസസ് ആൻഡ് ഐ സെറ്റിൽ ചെയ്യാനും പറ്റി. പിന്നെ വിചാരിക്കും, നിങ്ങളാണ് കോടതി പോയി ആർഗ്യൂ ചെയ്തത്. I had to hire lawyers. ഇവിടെ വിൻസെന്റ് ജി ഉണ്ട്, then ഒരു സുരേഷ് കുമാർ ജി ഉണ്ട്. Eventually, it is something like ഒരു പാട്ട് എഴുതുന്നു, വയലാർ പാട്ട് എഴുതി, അവസാനം യേശുദാസ് പാടുന്നു. പക്ഷേ ഗാനരചയിതാവ് വയലാറാണ്, ശബ്ദം കൊടുത്താണ് യേശുദാസ്. ദി സെയിം വേ ഞാൻ ആർഗ്യുമെന്റും ഇതെല്ലാം റെഡിയാക്കി ഇമെയിലും എവിഡൻസും എല്ലാം ലോയേഴ്സിന് കൊടുക്കുമ്പോൾ ദേ യൂസ് ദാറ്റ് വൺ ആൻഡ് ആർഗ്യൂ. അവരുടെ വോയിസ് ആണ് കേൾക്കുന്നത് ജഡ്ജ്. ഇവിടുത്തെ 2-3 അറ്റേണീസ് പറഞ്ഞാണ് എന്നെ നോക്കി, ഡോക്ടർ റെഡ്ഡിയാർ, യു തിങ്ക് ലൈക്ക് ആൻ അറ്റേണി ആൻഡ് യു റൈറ്റ് ലൈക്ക് ആൻ അറ്റേണി. യു ഹാവ് ചോസൺ ദ റോങ് പ്രൊഫഷൻ. യു ഷുഡ് ഹാവ് ഗോൺ ടു ദി ലോ സ്കൂൾ. ഇതെല്ലാം ഞാൻ ഡെവലപ്പ് ചെയ്താണ്. I was not born with any of these skills. അതുകൊണ്ടാണ് ഈ ടോക്കിലുള്ള എന്റെ ഒരു എക്സൈറ്റ്മെന്റ്, എന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഇത് എവരിബഡി ക്യാൻ. ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ് ലൈഫിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ബിക്കോസ് ഓഫ് ദാറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 2005 തന്നെ എന്റെ കരിയർ വുഡ് ഹാവ് കം ടു ആൻ എൻഡ്. എന്റെ കരിയറിനെ ആ കൂടി കുഴിച്ചു മൂടാനായിട്ടാണ് എന്റെ സൂപ്പർവൈസറും പറഞ്ഞ് ട്രൈ ചെയ്തത്. ഐ സർവൈവ്. അതുകൊണ്ട് അത്യാവശ്യമാണ്, എല്ലാവർക്കും പറ്റും. നൗ ഈസ് ദിസ് കൺവിൻസിംഗ് ആണോ? ഈ പറഞ്ഞ റിയൽ സ്റ്റോറിയാണ്. കൺവിൻസിംഗ് ആണെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വൈകിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനിവിടെ ഒന്നും തന്നെ ബ്രാഗ് ചെയ്യാനോ ബോസ്റ്റ് ചെയ്യാനോ ഒന്നല്ല. ഒരു ടോക്ക് കൊടുക്കുമ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്താണെന്നുള്ളതൊക്കെ. എന്റെ മൈ സൺ ഇവിടെ ഉണ്ട്, എന്റെ സൺ ഇവിടെ ഉണ്ട് ടു വാലിഡേറ്റ് ഓൾ ദീസ് തിങ്സ്. ഈ പറഞ്ഞതെല്ലാം ഹി നോസ്. യെസ്,
first-hand and second-hand knowledge about whatever things happen to me. I'm not a victim. അയ്യോ എന്നെ ഇത് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കത്തില്ല. I stand up. Yes, you cannot mess with me. I know how to argue. How to argue, I know. അതാണ് ചെയ്യുന്നത്. ആരുടെ മൈക്ക് അൺമ്യൂട്ടഡ്. സാറേ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇതും ഒരു ബുക്കിലും കാണത്തില്ല. ഞാനായിട്ട് കോയിൻ ചെയ്ത അക്രോണിമാണ്. FEW. Few things are required to win an argument. Advocates ഇവിടെ ഇരിക്കുന്നവർ they will find it very very interesting. നിങ്ങൾ ചെയ്യുന്നതാണ്, പക്ഷെ ഞാൻ അതിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടു. F stands for facts വേണം. ഒരു കേസ് ഓർ എനി ഇഷ്യൂ, ഏതൊരു കാര്യവും ലീഗൽ തന്നെ വേണമെന്നില്ല, ഏതൊരു കാര്യമാണെന്ന് വെച്ചാലും നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫാക്ട്സ് വേണം. ഇതിന്റെയും എൻ്റെ മകൻ അവൻ അവസാനം ഡിസ്കഷൻ ടൈമിൽ പറയും 2 ദിവസത്തിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് അതിൽ ആദ്യത്തെ 2 എണ്ണം ഞാനിത് അപ്ലൈ ചെയ്തെന്നുള്ളത്. ഫാക്ട്സ്, എവിഡൻസ്. കോടതിയിലാണെങ്കിൽ ഫാക്ട്സ് വേണം, എവിഡൻസ് വേണം. ദെൻ വിറ്റ്നസ്, സാക്ഷികൾ. റിയൽ ലൈഫിലാണ് ടെസ്റ്റിഫൈ ചെയ്യാനായിട്ട്. മറ്റേ അങ്ങേരുടെ അടുത്ത് പറഞ്ഞു, അങ്ങേര് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നത്. ഞാൻ 2 ദിവസത്തിന് മുമ്പ് പോയപ്പോഴും ഇത് തന്നെയാണ്. Such and such person, I talked to that person. That person asked me to do this way. ജയശങ്കർ, ആരുടെ മൈക്ക് അൺമ്യൂട്ടഡ്? സുരേന്ദ്ര സാറേ, ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. Somebody's mic is unmuted. It is creating a background noise. Jayashankar shuts down Western media on Russian oil. He is one of the best and a smart minister. He knows how to argue. ഞാൻ കാണിച്ചുതരാം എത്ര സിമ്പിൾ ആയിട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. How good he is and how smart he is. Dr. Jayashankar said, Europe has to get out of the mindset that Europe's problems are the world's problems. But the world's problems are not Europe's problems. Okay. Then about the oil. How Jayashankar silenced the critics of oil, Russian oil imports. In a strong response to criticism of India's purchase of Russian oil, External Affairs Minister as Jayashankar said, India's total purchase of Russian oil for 1 month were less than what Europe does in 1 afternoon. Avരുടെ main, they condemned India for buying oil from Russia. They criticized, there is a war going on between Russia and Ukraine. By buying the oil from Russia, India is giving funds to Russia. So India is giving the financial support to Russia for the war. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. ശരിയാണല്ലോ. ഓയിൽ വാങ്ങിക്കുമ്പോൾ കാശ് അവർക്ക് കിട്ടുന്നു. റഷ്യക്ക് കാശ് കിട്ടുമ്പോൾ റഷ്യക്ക് നന്നായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും. ജയശങ്കർ പറഞ്ഞാണ്, വേറൊരു ഫാക്റ്റാണ്. ഇവർ വാങ്ങിക്കുന്ന യൂറോപ്പ്, റഷ്യ എന്നുള്ള ഗ്യാസ്, ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ്, നമ്മൾ ഓയിലാണ് വെച്ചാൽ നാച്ചുറൽ ഗ്യാസും പലതും അവർ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ആ നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കുന്നതിന്റെ ഇതാണ് കൊടുക്കുന്ന കാശ്, 1 ആഫ്റ്റർനൂണിന് കൊടുക്കുന്ന യൂറോപ്പ് കൊടുക്കുന്ന കാശ് നമ്മൾ 1 മാസം കൊണ്ട് വാങ്ങിക്കുന്ന ഓയിൽ ഇത്ര വരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ വാങ്ങിക്കുന്നതിന്റെ സപ്പോസ് ചുമ്മാ ഒരു നമ്പർ പറയാം. സപ്പോസ് നമ്മൾ ഒരു $10 million ഓയിലാണ് വാങ്ങിക്കുന്നത് വെച്ചോളൂ. ഈ നമ്പർ ചുമ്മാ ഒരു ആർബിറ്റ് പറയാണ്. അതിന്റെ എത്രയാണ്? 60 ഇരട്ടിയാണ്. ഒരു ഉച്ചയ്ക്ക് തന്നെ അവർ എത്രയും സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 60 നമ്മൾ വെറും 10 million. അവരെത്രയാണ്? 600 million. ഒരു പുള്ളി വെച്ചാണ്, ഹൂ ഇസ് ഗിവിംഗ് മോർ ഫണ്ടിങ് ടു റഷ്യൻ ദിസ് വൺ? ഹൂ ഇസ്? ഇന്ത്യ ആണോ യൂറോപ്പാണോ? ഈ ആർഗ്യുമെന്റ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് കൺവിൻസിങ്? ഒന്ന് നോക്കി, ഒന്ന് ആൻസർ ചാറ്റ് ബോക്സിൽ നിന്നിട്ടേ. ഇഫ് യു ആർ കൺവിൻസ് ദാറ്റ് ആർഗ്യുമെന്റ്,
Jaishankar's argument was a real smart. Ramendran, yes. So that is Bindu, yes. Idan how to argue complete Balapadangalaka Padikano Jaishankar, most of his speeches, most of his talks, Matran Sardichamari. He always used facts and evidence. FEW facts and evidence. Random uses on police. I'm saying, Europe silenced. In a dialogue at Vanilla. Hey, Ningle out of Michael, Ningle Russia, I will support you and Ukraine, Russia, Russia, India, I can. What a picture. That is what he did. 5 golden rules of argument. Adyam, listen attentively. Mikkapozhum nallo shamana alkarum, they are impatient. Multitasking. ഒരാൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ കൂടെ you are not listening, you are not paying attention. When you are not listening well, you are not going to understand the issue. You miss certain things. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഫോണിനെ താഴെ വയ്ക്കുക. ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ this can wait. Listen attentively. അതാണ് ഞാൻ ചെയ്യുന്നത്. Ask for clarification if you don't understand. ഈ clarification വളരെ അത്യാവശ്യമാണ്. മിക്കവരും വന്നിട്ട് ഇൻകംപ്ലീറ്റ് ആയിരിക്കും അവർ പറയുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ചോദിക്കണം, യൂസ് ദി W5H ഫോർമുല. എന്താണ്? വാട്ട്, വൈ, വെൻ, ഹൗ, ഹൂ, വേർ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ടോട്ടൽ പിക്ചർ. അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. അറിയാവുന്ന ഭാവിക്കരുത്. Keep it logical. Use your left brain. ലക്ഷ്മികാന്തിനെ ആണ് യൂസ് ചെയ്യേണ്ടത്. രജനീകാന്തിനെ അങ്ങ് സൈലൻസ് ചെയ്യണം. രജനീകാന്ത് ഇസ് ഇമോഷണൽ, ഇറാഷണൽ. യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. അത് എന്താണെന്നുള്ളത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോ ഇട്ടേ ഞാൻ പറഞ്ഞുതരാം. ഐ സ്റ്റേറ്റ്മെന്റ്സ് ഒരു എക്സാമ്പിളും പറഞ്ഞുതരാം. ഇഫ് യു വാണ്ട് മീ ടു യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ് when you get into an argument. അറിഞ്ഞുണ്ടെങ്കിൽ ഒന്ന് നോ ഇട്ടേ ഞാൻ പറഞ്ഞുതരാം. അല്ലെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗോ ടു ദി നെക്സ്റ്റ് വൺ. ബിന്ദു നോ. ഓക്കെ, താങ്ക് യു. അതായത് മിക്കപ്പോഴും നമ്മൾ യു ഇട്ട് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് നമ്മൾ തന്നെ തുടങ്ങുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, അപ്പോഴത് നമുക്ക് വേദനിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഐ ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ് ഓർ ഐ ഫെൽറ്റ് ഇൻസൾട്ടഡ്. അതിന് പകരം യു ഇൻസൾട്ടഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫെൽറ്റ് ഇൻസൾട്ട് പറയുമ്പോൾ മറ്റേ പേഴ്സൺ മേ അപ്പോളജൈസ്. ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു. എന്നിട്ട് യു ഇൻസൾട്ടഡ് മീ. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജും മാറും. ഐ ഫെൽറ്റ് ഹ്യൂമിലേറ്റഡ് എന്ന് പറയുമ്പോൾ നേരെ മിക്കപ്പോഴും നമ്മളെ തന്നെയാണ് വരുന്നത്. മറ്റേത് യു പോയിന്റിംഗ് ഫിംഗർ, യു ഇൻസൾട്ടഡ് മീ. No, I didn't insult you, man. But that something is wrong with you. You are blaming me. ഇപ്പൊ ക്ലിയർ ആയോ? ഐ സ്റ്റേറ്റ്മെന്റും യു സ്റ്റേറ്റ്മെന്റും. ബിന്ദു ക്ലിയർ ആയോ? ബിന്ദുവിനൊക്കെ മനസ്സിലായോ ഇത് പറഞ്ഞപ്പോൾ? അബ്ദുൽ നാസർ ജി, ഇത് ക്ലിയർ ആയോ? യെസ് ബിന്ദു, ഗുഡ്, താങ്ക് യു. ഇത് കുറെ നാളെടുത്തു. ഞാൻ തന്നെ വെച്ചാൽ നമ്മുടെ ഹാബിറ്റാണ് യു എന്ന് പറയുന്നത്. കുറെ നാളെത്തിട്ടാണ് ഞാൻ പിന്നെ ഐയിലോട്ട് മാറുന്നത്. ഞാൻ എന്റെ സൂപ്പർവൈസർക്ക് ആദ്യമൊക്കെ യു പിന്നെ കട്ട് ചെയ്യും, എഡിറ്റ് ചെയ്തിട്ട് ഐ ആക്കും. ഐ ഫൈൻ ദിസ് വൺ ഈസ് ഹറാസ്മെന്റ്. അതിൽ യു ആർ ഹറാസിംഗ് മീ എന്ന് പറയുന്നതിന് പകരം ഐ ഫെൽറ്റ് ഹറാസ്ഡ്, ഐ ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ്. And lastly, don't bring up the past. ഒരു ഇപ്പോഴത്തെ സംഭവത്തിന് ഇരിക്കുമ്പോൾ അതിൽ തന്നെ നിൽക്കണം. ഒരു കൊല്ലത്തിന് മുമ്പ് നടന്നത്, നീ പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, നിന്റെ അച്ഛൻ എങ്ങനെ പറഞ്ഞില്ലേ, നിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ. മിക്കപ്പോഴും ആർഗ്യുമെന്റിലെല്ലാം യു. അതുകൊണ്ട് അവർ പറയും എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു, വാട്ടപ്പോൾ നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു. പിന്നെ ഈ കോണ്ടസ്റ്റിൽ നിന്ന് നേരെ മാറി പുരാതന ഇതിലോട്ടങ്ങ് പോകും. അതാണ് ഡോണ്ട് ബ്രിങ് അപ്പ് ദി ഫാസ്റ്റ്. ഈ മോസ്റ്റ് ഓഫ് ദി ആർഗ്യുമെന്റ്സ് എവിടെ നടക്കുന്നത്? വീട്ടിനകത്താണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ. പിന്നെയാണ് വർക്കിന് ഇതൊക്കെ ഇടുന്നത്. ചില വീട്ടിലാണെങ്കിൽ എവറി ഡേ വഴക്കും. അതിൽ എത്ര ആത്മഹത്യകളും എത്ര കൊലപാതകങ്ങളും നാട്ടിൽ നമ്മൾ ദിവസവും ന്യൂസ് പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഇപ്പോൾ
The best argument against democracy is a 5-minute conversation with the average voter. ഡെമോക്രസിക്ക് എതിരായിട്ടുള്ള ബെസ്റ്റ് ഇതാണ്. എനിക്ക് വിൻസെന്റ് ചർച്ചിൽ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പക്ക റേസിസ്റ്റ് ആയിരുന്നു. ഐ ഡോണ്ട് അഡ്മയർ ഹിം. പക്ഷെ ഈ ഇതിൽ ട്രൂത്ത് ഉണ്ട്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിലെ ഡെമോക്രസി എന്ന് പറയുന്നത്, ആ തമിഴ്നാട്ടിലെ പോളിറ്റിക്സ്, അവിടെ വോട്ട് കൊടുത്ത് അധികാരത്തിൽ വരുന്നത് ഡെമോക്രസി ബേസിലാണ്. കംപ്ലീറ്റ് ആയിട്ട് കറപ്ഷൻ ഉള്ളതാണ്. കരുണാനിധി ആൻഡ് ഫാമിലി ജയലളിതയും കറപ്ഷൻ ചാർജസിലായിട്ട് കൺവിക്റ്റഡ്, ഡിസ്പ്രപ്പോർഷൻ അസറ്റിന്. എന്നിട്ട് എന്തായി? കൺവിക്റ്റഡ് ആയിട്ടുള്ള ജയലളിത എന്നെ ഇന്നാ പിടിച്ചു, അടുത്ത ഇലക്ഷൻ ജയിക്കുന്നു, തൂത്തുവാരി ജയിക്കുന്നു. എന്റെ ഫ്രണ്ട് ശിവാശിയിൽ പുള്ളിക്കാരൻ വർഷത്തിൽ 4 തവണയെങ്കിലും പോവും പ്രിന്റിംഗ് റിലേറ്റഡ് വർക്കിന് വേണ്ടിയിട്ട്. പുള്ളി പറയുന്നതാണ്, അവിടെ വന്നിട്ട് നേരെ ഓരോ പാർട്ടിയും ഒരു ഫാമിലിയിൽ 5 പേരുണ്ടെങ്കിൽ 2000 രൂപ വെച്ച് 10,000 രൂപ കൊടുക്കും വോട്ടെണ്ണം കേട്ടാ. എന്നിട്ട് മറ്റേ വിളക്കിൽ തൊട്ട് സത്യം ചെയ്യിക്കുന്നു. ഇവിടെ ഡെമോക്രസിയാണോ? അതോ മണിക്രസിയാണോ? സോ വിൻസെന്റ് ചർച്ച പറഞ്ഞ് ശരിയല്ല. ഇപ്പോഴും ഫ്രീ ബി കേജ്രിവാളൊക്കെ എന്താണ്? ഇപ്പോൾ അടുത്ത കാലത്ത് വേറൊരു സ്റ്റേറ്റിൽ എന്താണ്? കംപ്ലീറ്റ് ഫ്രീ ബി. എവിടെ നിന്ന് വരുന്നു കാശ്? ഡെവലപ്മെന്റ് എല്ലാം പോകുന്നു. കീപ് ദി പൂർ പീപ്പിൾ പൂർ ആൻഡ് അൺഎംപ്ലോയിഡ്. അതാണ് പോളിറ്റീഷ്യന് വേണ്ടത്. പോളിറ്റീഷ്യന് പോവർട്ടി രാജ്യത്ത് നിന്ന് ഒരു കാലത്തും മാറരുത്. രാജ്യം ദരിദ്രർ ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രമേ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? മനസ്സിലായെന്ന് ഒന്ന് വൈകട്ടെ. അറ്റ്ലീസ്റ്റ് ഞാൻ എത്രയും എഫേർട്ട് ഇട്ടാണ് ഞാൻ പറയുന്നത്. ഐ എം സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം. ബാലേന്ദ്രൻ, രാമേന്ദ്രൻ, യെസ്, 2 ചന്ദ്രന്മാരും എഗ്രി ചെയ്തു. സോ ബിന്ദു, യെസ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഡെമോക്രസി അല്ല നടക്കുന്നത്. കഷ്ടമാണ്. It is not necessary to understand things in order to argue about them. നമ്മൾ വിചാരിക്കും ആർഗ്യൂ ചെയ്യണ ചില കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, എന്നാലേ നന്നായിട്ട് ആർഗ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല. കാണിച്ചു തരാം എക്സാമ്പിൾസ്, റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസ്. എസ്പെഷ്യലി ഇതാ നോക്കിക്കൊള്ളണേ. ആരാണ് ഡിബേറ്റ്? ഇവിടെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഇലക്ഷൻ മുമ്പ് നടക്കും TV-യിൽ. ഹില്ലറി ക്ലിന്റനും ട്രംപും രണ്ടുപേരുടെ ആർഗ്യുമെന്റിൽ ഞാൻ കംപ്ലീറ്റ് കേട്ടതാണ്. അവിടെ ഫാക്ട്സ് നത്തിങ്, അപ്പീലിംഗ് ടു ദി എമോഷൻസ് ഓഫ് ദി ഓഡിയൻസ്. നമ്മുടെ നാട്ടിൽ അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എന്തോന്നാണ് ഈ സോക്കാൾഡ് വൈകുന്നേരത്തെയുള്ള TV ചാനൽ ചർച്ചകൾ മിക്കതും വന്നിട്ട് ഫാക്ട് അല്ല മോസ്റ്റ് ഓഫ് ദി ടൈം. എന്നിട്ട് പാർട്ടി അവര് കഴിഞ്ഞ് അന്നത്തെ ഭരണം പിന്നെ കുറെ പേരും അത് എമർജൻസി കാലത്ത് 1975 പോയി. ഇതായത് നെഹ്റുവിന്റെ കാലത്ത് തീർന്നില്ലേ? ഇതാണ് നടക്കുന്നത്. നേരെ പാസ്റ്റിലോട്ട് പോകും. പ്രസന്റ് ആയിട്ടുള്ളത് ഹൗ ടു ഡീൽ വിത്ത് ദിസ് കറന്റ് സിറ്റുവേഷൻ, ഹൗ ടു സോൾവ് ദിസ് വൺ, അതല്ല. ലോയേഴ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, എന്നാ പിടിച്ചോളൂ. ലോയേഴ്സ് യൂസ് ഫാക്ട്സ് ഫോർ ആർഗ്യൂയിങ്. അവിടെ കോടതിയിലെ ഫാക്ട്സ് വേണം. ജഡ്ജ് ഇസ് ലുക്കിംഗ് ഫോർ ഫാക്ട്സ് ആൻഡ് എവിഡൻസ്. whereas politicians use falsehoods for arguing. അതിന്റെയും കൺവിൻസിംഗ് ആയിട്ടുള്ള എവിഡൻസ് ഞാൻ പ്രസന്റ് ചെയ്യാം. ബിക്കോസ് ഇത് എന്റെ ഓൺ കോട്ടാണ്. എന്റെ ഓൺ കോട്ടാകുമ്പോൾ ഐ ഹാവ് ടു പ്രസന്റ് ഫാക്ട്സ് ആൻഡ് എവിഡൻസ് ദാറ്റ് വുഡ് സപ്പോർട്ട് മൈ ആർഗ്യുമെന്റ്. ഈ പോളിറ്റീഷ്യൻസ് ഫാൾസ്ഹുഡ് ഇഷ്യൂ എന്നുള്ളതിനെ ഞാൻ കൺവിൻസ് ചെയ്യിക്കണ്ടേ? ഐ ഷുഡ് ആർഗ്യൂ ആൻഡ് മേക്ക് മൈ ഓഡിയൻസ് get convinced. ഇനി അടുത്ത അതിന് മുമ്പ് വരികയാണ്, സർക്കുലർ ആർഗ്യുമെന്റ്സ് ആർ ലൈക്ക് സർക്കുലർ. ദോസ് ആർഗ്യുമെന്റ്സ് ആർ എൻഡ്ലെസ് ലൂപ്സ്. ഇവിടെയാണ് ചിലത് വന്നിട്ട് എവിടെ എത്തത്തില്ല. ഒരാൾ പറയുന്ന വെച്ചോളൂ, എന്റെ ബോസ് ഉണ്ടല്ലോ, മൈ ബോസ് ഈസ് റിയലി സ്മാർട്ട്, ഈസ് വെരി സ്മാർട്ട്. ഓക്കെ, വൈ ഡു യു സേ ദാറ്റ് ഹി ഈസ് സ്മാർട്ട്? ബിക്കോസ് ഹി ഈസ് മൈ ബോസ്. And nobody becomes a boss unless that person is smart. സർക്കുലർ ആർഗ്യുമെന്റ് ആണ്, സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് ഇസ് വൺ എക്സാമ്പിൾ. ഇതുപോലെ ഒരുപാടുണ്ട്. യു നോ, വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു ഗെറ്റ് ഇൻടു മോർ എക്സാമ്പിൾസ്. 2018 കർണാടക ഇലക്ഷൻ, അവിടെ BJP 113 സീറ്റ്, കോൺഗ്രസിന് വെറും 67 സീറ്റ്. സോ BJP came to power. അവിടെ എന്താണ് ഇട്ടിരിക്കുന്നത്? കോൺഗ്രസ് ബ്ലെയിംസ് EVM tampering for loss in Karnataka elections. Karnataka election results, Congress cries foul, blames EVMs
electronic voting machines for BJP's poll lead. Okay? Now, Anju Allan Kainu. For your information, at 2018, 2013 to 2018, ആരായിരുന്നു അറിയാമോ? ഏത് പാർട്ടിയാണ് അവിടെ ഭരിച്ചുകൊണ്ടെന്ന് അറിയാമോ? ഒന്ന് ചാറ്റ് ബോക്സിലിട്ട്. 2013 to 2018 ഒന്ന് ചാറ്റ് ബോക്സിലിട്ട്. മിക്കവാറും ബാലേന്ദ്രൻ വിൽ ബി ഏബിൾ ടു, ഓർ ദാറ്റ് ഈസ് ഗോപകുമാറും പറ്റും. രണ്ടുപേർക്കും ഇല്ലെന്നാണ് ഞാൻ പറയാം. ഐ എം നോട്ട് ഗോയിങ് ടു വെയിറ്റ് ഫോർ ലോങ്. 2013 to 2018 സെൻട്രൽ BJP, 2014 to 2018 BJP. കർണാടകയില് കോൺഗ്രസ്, സിദ്ധാരാമയ്യ. സെൻട്രൽ BJP, സ്റ്റേറ്റില് കോൺഗ്രസ്. And they are saying, the Congress party is saying that EVM tampering. Then what about 2023? I'm coming to that one. Kannada election results. Congress sweeps Kannada election results 2023. 130 seat BJP വെറും 63. ഇപ്പോഴോ ആരാണ്? സെൻട്രലിലും BJP, സ്റ്റേറ്റിലും BJP ആയിരുന്നു. അപ്പം EVM എവിടെ പോയി? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പറിംഗ് ഇപ്പോഴല്ലേ ഏറ്റവും എളുപ്പം? Does that argument hold good? പക്ഷേ പൊതുജനം എന്ന് പറഞ്ഞാൽ, വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മരമണ്ടന്മാർക്ക് നല്ലൊരു ശതമാനത്തിന് ഇത് മതി. അവരതും പറഞ്ഞുകൊണ്ടിരിക്കും, വിശ്വസിച്ചുകൊണ്ട് ബ്ലൈൻഡ്ലി ബിലീവ് വാട്ട് ദി പാർട്ടി ലീഡേഴ്സ് സേ. എന്നിട്ട് ഇപ്പോഴാണ് ബങ്കറ, ഡോൾ, ലഡു എല്ലാം കൊടുക്കുകയാണ് കേട്ടോ. Ridicule is the first and last argument of a fool. ഇതാണ് നമ്മൾ നാട്ടുവൈദ്യത്തിന്റെ മലയാളത്തിൽ പറയും, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക എന്ന് പറയും. അതാണ് when they don't know how to argue, when they don't have any facts or evidence. പിന്നെ റിഡിക്യൂൾ ചെയ്യുക, പല വിധത്തിലും നമ്മളെ തെറി വിളിക്കുക, ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കുക. അതാണ് അവരുടെ ആർഗ്യുമെന്റ്. അവസാനം ആർഗ്യുമെന്റ് എന്ത് ചെയ്യുന്നു? ഡാഷ് മോൻ. ഗോകുമാർജി, ഇത് ശരിയാണോ ഞാൻ പറയുന്നത്? ഗോകുമാർജി ശരിയാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഒരു എസ് ഇട്ട്, ഈ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ. ഇതാണ് റിഡിക്യൂളിങ്. അവിടെ ആർഗ്യുമെന്റ് ഇല്ല. ബിഹൈൻഡ് എവറി ആർഗ്യുമെന്റ് ഈസ് സംവൺസ് ഇഗ്നറൻസ്. ഈ ലൂയിസ് ബ്രാൻഡേസ് എന്ന് പറഞ്ഞത് അദ്ദേഹം സുപ്രീം കോർട്ടിലെ ഒരു അസോസിയേറ്റ് ജസ്റ്റിസ് ആയിരുന്നു. എപ്പോഴും ബിഹൈൻഡ് ആൻ ആർഗ്യുമെന്റ് ഇഗ്നറൻസ് കാണുന്നുള്ളതാണ്. No rational argument will have a rational effect on a man who does not want to adopt a rational attitude. ലക്ഷ്മികാന്തായിട്ട് ഇരിക്കുന്ന ആൾക്കാരത്ത് മാത്രമേ നമുക്ക് ലോജിക്ക് പറഞ്ഞ് ഫാക്ട്സും എവിഡൻസും കാണിഞ്ഞ് വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ലക്ഷ്മികാന്ത് അല്ല, രജനീകാന്താണ് റൈറ്റ് ബ്രെയിൻ ഡോമിനന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എവിഡൻസ് കാണിച്ചാലും, അവിടെയാണ് നമ്മൾ മലയാളത്തിൽ ഒരു സെയിം കൊണ്ട്, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയും, കുടലെടുത്ത് കാണിച്ചാൽ അത് വാഴുന്നാരാണെന്ന് പറയും. ഒരു എഫക്റ്റും ഇല്ല. അവിടെ ആർഗ്യുമെന്റ് കൊണ്ട് എവിടെ എത്തത്തില്ല. അതാണ് ജഡ്ജ് വേണ്ടത്. എവറിഡേ ലൈഫിൽ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ്സ് നോ ജഡ്ജ്. ഒരു ആർബിറ്റർ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കാൾ പോപ്പർ, അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു, ബ്രിട്ടീഷ് രാഷ്ട്രീയൻ. ഇങ്ങനെ തലയിൽ കൈവിച്ചാണ് പറയുന്നത്. ഐ ഷാൽ നോട്ട് വേസ്റ്റ് എനി മോർ വേർഡ്സ് ഓൺ യു, ഷീ സെഡ് കോൾഡ്ലി. യുവർ മൈൻഡ് ഇസ് ടു ക്ലോസ് ടു ഹിയർ ദം. അതായത് അടഞ്ഞ മനസ്സായിട്ട്, ക്ലോസ്ഡ് മൈൻഡും ആയിട്ട് നിൽക്കുന്നിടത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് ഇത്ര കാണുന്നതാണ് എവറി ഡേ. ചില ഇഷ്യൂസ് ഞാൻ സംസാരിക്കുമ്പോൾ ചിലർക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. അവരെല്ലാം ബയസ്ഡ് ആണ്, പ്രിജുസ്ഡ് ആണ്. Remember, you don't have to attend every argument you are invited to. നിങ്ങളെ ഒരു ബെയ്റ്റ് ഇട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നോക്കും. ആർഗ്യുമെന്റിൽ നിന്ന് ട്രാപ്പ് ചെയ്യാനായിട്ട് മിക്കപ്പോഴും പലരും ശ്രമിക്കും. അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലൊരു മിടുക്കനുണ്ട്. പേര് പറയാമോ? ആരാണ്? ഒരു പൊളിറ്റീഷ്യൻ. ഹി ഈസ് റിയലി ഗുഡ് അറ്റ് അവോയ്ഡിങ് അൺനെസസറി ആർഗ്യുമെന്റ്സ് ടു വേസ്റ്റ് ടൈം ആൻഡ് എനർജി. ആരാണെന്ന് ഒന്ന് പറഞ്ഞേ, ഒന്ന് പേര് പറഞ്ഞേ മൈ ഡിയർ ഫ്രണ്ട്സ്. ഒന്ന് പേര് പറഞ്ഞേ.
Sir, Shashi അല്ല ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ സോ ദാറ്റ് ബി ഈസി, എല്ലാവർക്കും വായിക്കാനും പറ്റും. രാമേന്ദ്രൻ, മോഡി, നരേന്ദ്രമോദി, ബാലേന്ദ്രൻ. യെസ്, നിങ്ങൾ രണ്ടുപേർക്കും 100% ആണ് മാർക്ക്. നരേന്ദ്രമോദി എന്താണ്? മണിപ്പൂരിനെ കുറിച്ച് മോഡി ഒന്നും പറയുന്നില്ല. മണിപ്പൂരിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മോഡി പറയണം. അദാനിയെ കുറിച്ച് പറയുന്നില്ല. മോഡി പറയണം. ഇതിനെ കുറിച്ച് പറയുന്നില്ല. മോഡി പറയണം. മോഡി പറയണം. എന്തിനാണ്? പറഞ്ഞാൽ പിന്നെ വാർത്ത വളച്ചൊടിക്കാൻ മീഡിയ ഉണ്ട്. നിങ്ങൾ സൈലൻസിനെ വളച്ചൊടിക്കാൻ പറ്റത്തില്ല. വല്ലതും പറഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് വികൃതമാക്കി പിന്നെ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ടൈമിങ് എനർജിയും വേസ്റ്റ് ചെയ്യണം. ആൻഡ് മോഡി ഹാസ് ലേൺഡ് ഇറ്റ് ഇൻ ദി ഹാർഡ് വേ. ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ അനുഭവത്തിൽ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് പുള്ളി എന്താണ് സൈലൻസ്. വാട്ട് എവർ ഹി വാണ്ട്സ് ടു സേ ഹി യൂസസ് ദാറ്റ് മൻ കി ബാത്ത്. അല്ലെങ്കിൽ ട്വിറ്റർ ഉണ്ട്. ആൻഡ് ഹി നോസ് ദാറ്റ് ഇസ് ഈ മീഡിയ വെറും ഇമ്പോർട്ടന്റ് ആണ്, പല്ലില്ലാത്തവരാണെന്നുള്ളത് എത്ര കാലമായിട്ട് പറഞ്ഞിട്ടും ഗുജറാത്തില് 3 തവണ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്നു, 2 തവണ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നു. ഇൻസ്പൈറ്റ് ഓഫ് ദി ഫാക്ട് മോസ്റ്റ് ഓഫ് ദി മെയിൻ സ്ട്രീം മീഡിയ, നാഷണൽ ഇന്റർനാഷണൽ, ദേ ആർ ആന്റി മോഡി. സോ ദാറ്റ് ഈസ് വാട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ ഒരു പാർട്ടിയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഇൻഡിവിജ്വലിനാണ്. രാജീവ് ഗാന്ധി വാസ് സ്മാർട്ട്, Karnan was smart, Narasimha Rao was smart, and Modi is also smart. Jaishankar is smart. Now, 5 things Rahul Gandhi said in Parliament about Adani Group. എന്തൊക്കെയാണ് പറഞ്ഞത്? അദാനിയും മോഡിയും ഗുജറാത്തിലാണ്. അതൊരു ഫാക്റ്റാണ്, ശരിയാണ്. മോഡി പ്രധാനമന്ത്രിയാണ്, ഫാക്റ്റാണ്. മോഡി ഇതുകൊണ്ടാണ് അദാനി ഏറ്റവും ഇത്രയും ഇതായിട്ട് വന്നത്. അത് ഫാക്റ്റ് ആണോ? ഐ എം ഗോയിങ് ടു ഷോ യു സംതിങ്. നേരത്തെ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഇടുമ്പോൾ when you argue you must have facts and evidence to support that one. എന്നിട്ട് പുള്ളി പാർലമെന്റിൽ മോഡിയും അദാനിയും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. കണ്ടില്ലേ ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോ? മോഡി അദാനിക്ക് റിഷ്ത ക്യാ ഹൈ? പുള്ളിയുടെ എവിഡൻസ് അതാണ്. എവിഡൻസ് എന്താണ്? മോഡിയും അദാനിയും ഒരു ഫോട്ടോയിൽ നിൽപ്പുണ്ട്, ഒന്നിച്ച് നിൽപ്പുണ്ട്. അത് മതി പുള്ളിയുടെ ആർഗ്യുമെന്റ് അല്ല. Now I am going to show you some slides. This will convince you. ബിജെപിയുടെ സ്പോക്സ് പേഴ്സൺ ഐ തിങ്ക് ദ ഷെഹസാദ് പൂനാവാല എന്നാ പിടിച്ച പുള്ളി ആർഗ്യൂ ചെയ്തു. എന്താണ്? ഉമ്മൻചാണ്ടി അദാനി. ഇവിടുത്തെ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടിക്കുമാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് ചെയ്യുന്നത്. അവിടെ ബിജെപി ഇല്ല, മോദി ഇല്ല, കോൺഗ്രസ് ഗവൺമെന്റ് വിച്ച് ഇസ് രാഹുൽ ഗാന്ധിയുടെ സെയിം പാർട്ടി. അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർ. കഴിഞ്ഞ കൊല്ലം ഈ ജാനുവരിയിലാണ് ഈ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയുന്നത്. കഴിഞ്ഞ കൊല്ലമാണ്. എന്നാ പിടിച്ചോ 65,000 crores പ്രോജക്റ്റിന് മോർ ദാൻ സം 3,000 hectares ഓഫ് ലാൻഡും കൊടുത്ത് അവിടുത്തെ സോളാർ പാർക്ക് വരുന്നു. ആരുടെ പാർട്ടി? കോൺഗ്രസ്. അപ്പൊ എവിടെയാണ് നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ്? ഇസ് ഇറ്റ് വാലിഡ്? ഇസ് ഇറ്റ് ഫാക്ച്വൽ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാ വെസ്റ്റ് ബംഗാളിൽ അവിടുത്തെ പോർട്ടിന് മമതാ ബാനർജി ബിജെപി ആണോ? അവരിപ്പോഴത്തെ ഇവിടെ അലയൻസിലുണ്ട്. ഇവരുടെ അലയൻസ് ഇന്ത്യ എന്നുള്ള അലയൻസിലും അവിടെയും മോഡി, അവിടെയും മറ്റേ അദാനി 25,000 crores ആണ്. ആൻഡ് മമതാ ബാനർ പറയുന്നത് തന്നെ അത് വരുമ്പോൾ ഇവിടെ 25,000 പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് കിട്ടും, 1,00,000 പേർക്ക് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് കിട്ടും. ഇതല്ലേ ഇവിടെ അൺഎംപ്ലോയ്മെന്റും ഒരു സൈഡിൽ കൂടെ കൂവിക്കൊണ്ടിരിക്കുന്നു. എംപ്ലോയ്മെന്റ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അയാളെ തെറി വിളിക്കുന്നു. കഷ്ടമാണേ. Adani Port secures 25,000 crores of that in West Bengal. Mamata Banerjee welcomes Adani. രണ്ടുപേരുടെ ഇതാണ്. നേരത്തെ പറഞ്ഞു ഫോട്ടോ കാണിക്കുകയായിരുന്നു. ഫോട്ടോ കാണിച്ചിട്ട് അദാനിയും മോഡിയും നിൽക്കുന്നു. അത് കാരണം അത് മതി പ്രൂഫ്. ഇവിടെ ആരാണ്? ദാറ്റ് ഗൈ ഈസ്
റോബർട്ട് വാദ്ര, രാഹുൽ ഗാന്ധിയുടെ ബ്രദറിനില്ല, ആൻഡ് ദാറ്റ് ഈസ് ഇവിടെ നടക്കുന്നത് അദാനി. അപ്പൊ അവിടുത്തെ റിഷ്ത എന്തോന്നാണ്? ദിസ് ഈസ് ശരത് പവാർ, NCP ലീഡർ, ഈ ഇന്ത്യ അലയൻസിലുള്ള ഇതിന്റെയൊക്കെ, അതും അദാനിയും. അപ്പോൾ ഇതോ, ഈ ഫോട്ടോ പോരെ? ഇവിടുത്തെ റിഷ്ത എന്തോന്നാണ്? ഉത്തരം പറയൂ. ദെൻ ഇത് അദാനി കൊടുത്ത ഇന്റർവ്യൂ ഡിസംബർ 2022 ഈ ഹിൻഡൻബർഗും ഇതെല്ലാം വരുന്നതിന് ഒരു മാസത്തിന് മുൻപ്. പുള്ളി പറയുന്നത് കരിയർ ടുക്ക് ഓഫ് വെൻ രാജീവ് ഗാന്ധി വാസ് പ്രൈം മിനിസ്റ്റർ. ഈ അദാനി ഒരു സുപ്രഭാതത്തില് പൊട്ടി മുളച്ചതല്ല. 1988 പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്, പുള്ളിയുടെ എംപയർ. അന്ന് രാജീവ് ഗാന്ധി വാസ് ദി പ്രൈം മിനിസ്റ്റർ. പുള്ളി എക്സ്പോർട്ട് ഇമ്പോർട്ട് എക്സിം പോളിസിയിൽ വന്ന ചേഞ്ചസ്, ഹൗ ഇറ്റ് ഹെൽപ്പ്. അത് കഴിഞ്ഞിട്ട് നരസിംഹറാവു വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തത് എല്ലാം പുള്ളി അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ മോഡി അല്ല, ഏതെടുത്താലും മോഡിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോയിട്ടെ. ഈ രാജീവ് ഗാന്ധിയുടെയും ഈ അദാനിയുടെയും അറിഞ്ഞുകൂടാന്നുള്ള ഐ വാണ്ട് ടു നോ. ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് ന്യൂ ഇൻഫർമേഷൻ ആണോ നിങ്ങൾക്ക്? ഇത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് നോയിട്ടെ പ്ലീസ്. ഇതിനു മുമ്പ് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഐ വാണ്ട് ടു നോ. ഞാൻ ഇട്ട ഈ എഫേർട്ടും ഈ റിസർച്ചും എല്ലാം. യെസ്, രാമേന്ദ്രൻ നോ, സായിപ്രാസ് നോ, ഗുഡ്, താങ്ക് യു. ഇതേപോലെ കുറെ പേർക്കെങ്കിലും അറിഞ്ഞുകൂടാ. അജിത് ഇല്ല. യെസ്, ഇതാണ് ഞാൻ ഓരോ ടോക്കിനും വേണ്ടിയിട്ട് ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളതിനെ ഇന്നിപ്പോഴെങ്കിലും ബോധ്യമായല്ലോ, കൺവിൻസ്ഡ് ആയല്ലോ. തേടിയെടുക്കും. ഡിസ്കഷൻ ജനറേറ്റ്സ് ലൈറ്റ് ആൻഡ് ലവ്, ആർഗ്യുമെന്റ് ജനറേറ്റ്സ് ഹീറ്റ് ആൻഡ് ഹേറ്റ്. ഞാൻ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട, ഇത് മൈ ഓൺ കോട്ട്സ് ആണ്. ദി മോർ യു ആർഗ്യൂ വിത്ത് എ ഫൂൾ, ദി മോർ ഫൂളിഷ് യു ബിക്കം. പ്രോവർ. ആർഗ്യുമെന്റേറ്റീവ് പേഴ്സണാലിറ്റീസ്, ബ്രീഫായിട്ട് ഞാൻ പറയാം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ മൈൻഡ് സെറ്റ്. അങ്ങനെ ഒരു ബുക്കൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും അല്ല കേട്ടോ, എനിക്കെല്ലാം അറിയാം. ഐ ആം ഓൾവേസ് റൈറ്റ്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവര് ഓൾവേസ് ദേ ആർഗ്യൂ. യു ആർ നോട്ട് ഗോയിങ് ടു വിൻ. അവർ കംപ്ലീറ്റ് രജനീകാന്ത് ആണ്, ലക്ഷ്മികാന്ത് അല്ല. ഡൗട്ടിങ് തോമസ്, ഏതിനും സംശയം. പഴയ നമ്മുടെ ബിബ്ലിക്കൽ ഇതാണ്, ക്യാരക്ടറാണ്. എന്താണെന്ന് വെച്ചാൽ കാണിക്കണം. ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റോ ഒന്ന് കാണിക്കാം, ഞാൻ കാണണം, എനിക്ക് കാണണം. ആ കയ്യിൽ ആണി അടിച്ചതും കാണണം, എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഇങ്ങനെ ചെയ്തോ, എനിക്ക് അറിയണം, അത് കാണണം. ഞാൻ അറിയാത്തടത്തോളം ഐ വോണ്ട് ബിലീവ്. അവരുടെ നമുക്ക് ആർഗ്യൂ എവിടെയും ചെയ്യാൻ പറ്റത്തില്ല. വെർച്വലി ഇമ്പോസിബിൾ ടു വിൻ ആൻ ആർഗ്യുമെന്റ്. IAS സിൻഡ്രോം ഇത് ഞാൻ കോയിൻ ചെയ്തതാണ്. I stands for ignorance, arrogance, stupidity. ഈ മൂന്നും ഉണ്ടെങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അവരുമായിട്ട് നിങ്ങൾ ഒരു 10 കൊല്ലം ഒരു പോയിന്റ് ആർഗ്യൂ ചെയ്താലും എവിടെയും എത്തത്തില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം സർക്കുലർ ആർഗ്യുമെന്റിൽ തന്നെ നിൽക്കും. അതിനെക്കുറിച്ച് ടോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് കാണുക. IAS സിൻഡ്രോം. നെവർ ആർഗ്യൂ, ജസ്റ്റ് റിപ്പീറ്റ് ആൻ അസേർഷൻ. മേക്ക് ഷുവർ യു നെവർ ആർഗ്യൂ അറ്റ് നൈറ്റ്. യു ജസ്റ്റ് ലൂസ് എ ഗുഡ് നൈറ്റ്സ് സ്ലീപ്പ് and you cannot settle anything until morning anyway. My dear friends, ഇതാണ് ഓർക്കേണ്ടത്. ടേക്ക് ഹോം മെസ്സേജ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട്, ഭർത്താവിനെ വെച്ചാൽ രാത്രി വഴക്കുണ്ടാക്കരുത്, ആർഗ്യൂ ചെയ്യാൻ പോരുതേ, ഉറക്കമെല്ലാം പോവും. രാവിലെ തുടങ്ങാം, ഉച്ചയാകുമ്പോൾ നിർത്താം. The only way to truly know a person is to argue with them. For when they argue in full swing, then they will reveal their true character. ഒരാൾ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ ഉള്ളിലിരിക്കുന്നത്. പണ്ടേ പറയല്ലോ നമ്മള്, മൗനം വിദ്വാനുഭൂഷണം. വാ തുറമ്പോഴാണ് എല്ലാം അറിയുന്നത്, ഉള്ളിൽ എന്താണ് കിടപ്പുന്നതൊക്കെ. വിവരക്കേടും എല്ലാ ഇതും അറിയുന്ന അപ്പോഴാണ്. ദാറ്റ് വാട്ട് ഐ ഡു. ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് അറിയാം, വേറൊരാളുടെ എത്രത്തോളം ഡീപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടു ഇനിഷ്യേറ്റ് ആൻ ആർഗ്യുമെന്റ്, പോസ് എ വൈ ഓർ വൈ നോട്ട് ക്വസ്റ്റ്യൻ. മിക്കവാറും ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ എന്ത്. ഐ വാണ്ട് ടു ലിസൺ ടു ദെയർ ആർഗ്യുമെന്റ് ഓർ പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ്. Stories charge people while statistics give them something to argue about. ഇപ്പോഴത്തെ പുതിയതാണ്. Impossible for BJP to win. Rahul Gandhi says India alliance represents 60% of population. പുള്ളി പറഞ്ഞതിൽ ഫാക്ട് ഉണ്ട്. എന്താണ് ഫാക്ട്? 40% വോട്ടിലാണ് അവസാനം ജയിച്ചു വന്നിട്ടുള്ളവര്. പക്ഷേ ഈ 60% അങ്ങ് സ്കാറ്റേഡ് ആയിട്ട് പോയി. പുള്ളി പറഞ്ഞ് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60% ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതാവും. ഇനി അത് കാണണം നമ്മൾ.
പ്രീ പോളിൽ തന്നെ എത്ര ഇവര് തമ്മിൽ അടിച്ച് പിരിഞ്ഞു ഇതാവുന്നു. മറ്റേ ജഗദീഷ് ശ്രീമാർ പറഞ്ഞ ഡയലോഗ്. അത് പോസ്റ്റ് പോൾ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 2 കൊല്ലത്തിനകത്ത് തന്നെ മൊറാർജി ദേശായി, ചരൺ സിംഗ്, അപ്പുറത്ത് മറ്റേ രാജ്നാരായൺ, ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഒരു പരുവത്തിലായി വീണു. എപ്പോഴുള്ളത് കണ്ടറിയണം. Right is right, even if everyone is against it, and wrong is wrong, even if everyone is for it. Upcoming talks, അടുത്ത ആഴ്ചത്തെ ടോക്കാണ് how to kill the ego. അത് കഴിഞ്ഞാൽ how to face adversity, then how to win. ഞാൻ എന്റെ ടൈം മാനേജ്മെന്റ് എല്ലാം പറയുന്ന കാരണം ഇതാ 9 മണിയാവുന്നു. ഞാനിതാ നിർത്തുന്നു. Please don't go away. This session discussion, appoyadikku ningal koodal point ariyan povunnu. You can ask questions, any question related to this topic, or you can share your own comments. So I am going to stop the recording and we'll have the discussion. Thank you all for your active participation.